മാറ്റമില്ലാത്ത സ്നേഹ സന്ദേശം ഈ ലോകത്തോട് അറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രദ്ധിക്കുന്ന ഈ ദേശത്തിലെ നല്ലവരിൽ നല്ലവരായ എല്ലാ സഹോദരീ സഹോദരന്മാരെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഈ ഞങ്ങളുടെ ശബ്ദപരിധിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചോ ഒരു സാമൂഹ്യ പ്രവർത്തകനെ കുറിച്ചോ അല്ല. കർത്താവായ യേശു ക്രിസ്തു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷത്തിൻ്റെ സത്യമായ സന്ദേശം ഈ ദേശത്തോട് അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ നാളുകളിൽ ലഹരി എന്ന ആ മാരക കൈകളിൽ അകപ്പെട്ട് അനേക കുടുംബങ്ങൾ, അനേക കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും അതിൻ്റെ നടുവിൽ എങ്ങനെ രക്ഷപ്പെടണം, എങ്ങനെ വിടുതൽ പ്രാപിക്കണമെന്നറിയാതെ ഉഴലുന്ന അനേക മാതാക്കൾ, അനേക പിതാക്കന്മാർ, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും അതിന് സാധിക്കാൻ കഴിയാത്ത അനേക കുഞ്ഞുങ്ങളുള്ള ഈ കാലയളവിൽ എങ്ങനെ ഇവരെ രക്ഷപ്പെടുത്താം എന്ന് പലരും ചിന്തിക്കുമ്പോൾ അനേക ബോധവൽക്കരണ ക്ലാസ്സുകളും അനേക സെമിനാറുകളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളൊന്ന് വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ലഭിക്കുന്ന അല്പസമയം ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളിൽ ഒരു പക്ഷേ ഒരു മാറ്റത്തിന് കാരണമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ ആഗ്രഹിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നാളുകളിൽ സ്വന്തം ജന്മം കൊടുത്ത പിതാവിൻ്റെ ഗർഭം പേറേണ്ടി വരുന്ന അനേക കുഞ്ഞുങ്ങളുടെ ഗതികെട്ട കാലഘട്ടത്തിലും സ്വന്തം സഹോദരന്മാരുടെ ഗർഭം പേറേണ്ട ഗതികെട്ട കാലഘട്ടത്തിൽ അനേക കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ വചനത്തിൽ മാറ്റമില്ലാത്ത ക്രിസ്തുയേശുവിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, മറ്റൊരുത്തിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുക ഒരേ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തു എന്ന മാർഗം മാത്രമാണ്. ഇന്ന് പകൽക്കാലം ഈ തെരുവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പരസ്യമായി വിളിച്ചു പറയുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ ഞങ്ങൾ നേരിട്ട ചില ജീവിത വിഷയങ്ങളുടെ നടുവിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എങ്ങനെ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമെന്ന് നിലവിളിച്ച രാത്രികൾ, യാമങ്ങൾ, പകലുകൾ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായ സന്ദർഭങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ അനേക സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പറയുവാനുണ്ട്. അതിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഒന്ന് മാത്രമാണ്. ഇന്ന് പോൽ സമാധാനത്തോടെ ഞങ്ങൾ പാർക്കുന്നുണ്ടെങ്കിൽ, സമാധാനത്തോടെ ഞങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മാറ്റം വരുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഒന്ന് മാത്രമാണ്. അത് ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ സകല ഇരുളുകളെ മാറ്റിക്കൊണ്ട് ഒരു നിത്യപ്രകാശത്തിലേക്ക് ആ പ്രകാശം എത്തുവാനിടയായി തീർന്നു. ആ നിത്യപ്രകാശം ഞങ്ങളെ നയിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആർക്ക് വേണ്ടിയ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി 2026 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂശിൽ നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി കർത്താവ് ക്രൂശിതനാകുവാൻ ഇടയായി തീർന്നു. കർത്താവ് ക്രൂശീകരിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ ജീവൻ ലഭിക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ വേദപുസ്തകത്തിൽ 2 വഴികളെ പറ്റി ദൈവത്തിന്റെ വചനം പറയുന്നു. ഒന്ന് നിത്യജീവന്റെ വഴിയും നിത്യശാപത്തിന്റെ വഴിയും നിത്യപാപത്തിന്റെ വഴിയും. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുമ്പോൾ അനേക വഴികളുണ്ട്. ഹല്ലേലൂയ. ആ വഴികൾ ചെന്നെത്തുന്നത് ജംഗ്ഷനിലേക്കായിരിക്കാം, മറ്റൊരു വീട്ടിലേക്കായിരിക്കാം. അതിനൊരു ലക്ഷ്യമുണ്ട്. എന്നാൽ പാപത്തിന്റെ വഴിക്ക് ഒരു ലക്ഷ്യബോധമില്ല. അത് എത്തിച്ചെല്ലുന്നത് മരണത്തിലേക്കാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഈ പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച എത്തപ്പെടുന്നത് മരണത്തിലേക്കാണ്. എല്ലാവരും മരിക്കും, എങ്കിലും ആ മരണമല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. ആത്മീയ മരണം സംഭവിക്കുവാനിടയായി തീരും. എത്രയോ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ നഷ്ടപ്പെട്ട് തെരുവോരങ്ങളിൽ കഞ്ചാവിനും മയക്കമരുന്നിനും അടിമയായി സുബോധം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ അമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിയാതെ ദേശത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേക പിതാക്കന്മാരുടെ ഹല്ലേലൂയ അവരുടെ ആയുസ്സും ആരോഗ്യവും ഭവനത്തിന് വേണ്ടി നേടേണ്ട സമയത്ത്, ഭവനത്തിൽ അല്പം സമ്പാദിക്കേണ്ട സമയത്ത് അത് ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞുകൊണ്ട് മൃതപ്രായരായി ഭവനത്തിനകത്തിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പിതാവേ,
വിശ്വസിക്കുന്നവൻ എൻ മൂലം ജീവിക്കുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ഞാൻ തന്നെ വഴിയാണെന്ന് പറഞ്ഞവൻ, ഞാൻ തന്നെ സത്യമാണെന്ന് പറഞ്ഞവൻ ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അനേക വഴികളുണ്ട്. പാപത്തിന്റെ വഴി, ശാപത്തിന്റെ വഴി, ഹല്ലേലൂയ, നഷ്ടത്തിന്റെ വഴി, അനേക വഴികൾ നമ്മുടെ മുമ്പിലുള്ളപ്പോ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഒരു പ്രാവശ്യം കൂടി പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആമേൻ ഈ ദൈവസ്ഥനിൽ വിശ്വാസത്തോടെ ആമേൻ ആരെങ്കിലും ദൈവസ്ഥനിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ആമേൻ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുവാനിടയായി തീരും. ആമേൻ, ഹല്ലേലൂയ. അനേക രോഗികൾ ആമേൻ ഈ ദേശത്ത് വിശ്രമിക്കുന്നുണ്ടായിരിക്കാം. ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ ഒന്ന് മതിയായിരുന്നു ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം. എൻ്റെ മദ്യപാനത്തിൽ എനിക്കൊരു വിടുതൽ വേണമെന്ന് ആമേൻ, ഹല്ലേലൂയ രാത്രിയുടെ യാമങ്ങളിൽ അത് ചിന്തിക്കും. എന്നാൽ പ്രഭാതമാകുമ്പോഴേക്ക് ആമേൻ പാപത്തിന്റെ വഴിയിലേക്ക് ഓടിപ്പോകുന്ന വ്യക്തിയാണ് ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ, ഞങ്ങളെ വിടുവിച്ച ദൈവം, ഞങ്ങളെ വിടുവിച്ച രക്ഷകർത്താവ് ആമേൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രസ്താവിക്കുന്ന ഈ ദൈവവചനത്തെ വിശ്വസിച്ച ആമേൻ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. മറ്റൊരുത്തിലും രക്ഷയില്ല. രക്ഷപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് യേശു നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമം ഒന്ന് മാത്രമാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഇന്ന് പകൽ ഭവനത്തിനകത്ത് കേൾക്കുന്ന പ്രിയ പിതാവേ, ഹല്ലേലൂയ, പ്രിയ സഹോദരങ്ങളെ, പ്രിയ മാതാവേ, നിങ്ങളുടെ വിഷയം ഏതുമാകട്ടെ, ആമേൻ നിങ്ങളെ ഭരിക്കുന്ന ചിന്തകൾ ഏതുമാകട്ടെ, നിങ്ങൾ കടത്തിലായിരിക്കാം, നിങ്ങൾ രോഗത്തിലായിരിക്കാം, തലമുറയെ ഓർത്ത് വിലപിക്കുന്ന മാതാവായിരിക്കാം, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ മറ്റൊരുത്തിൽ രക്ഷയില്ല. ഞങ്ങൾ പ്രസ്താവിക്കുന്ന, ഞങ്ങൾ ഇന്ന് പകൽക്കാലം വിളിച്ചു ഘോഷിക്കുന്ന ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു നിത്യ സമാധാനമില്ല. അനേക കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഡീഅഡിക്ഷൻ സെന്ററുകളിലും മറ്റു സെന്ററുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ ഹല്ലേലൂയ അവർ വർഷങ്ങൾ കഴിയും, അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചേരും. ഇന്ന് പകൽക്കാലം ഞങ്ങളൊന്ന് ഉറപ്പിച്ചു പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ ഒരു പാർശ്വഫലങ്ങളുമില്ലാതെ, ആമേൻ ഒരു മരുന്നുമില്ലാതെ, ഒരു ഇഞ്ചക്ഷനും ഇല്ലാതെ സകല ലഹരിയെ വിമുക്തമാക്കുന്ന ആമേൻ ഒരേ ഒരു നാമമുണ്ടെങ്കിൽ, ഒരേ ഒരു മരുന്നുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഒന്ന് മാത്രമാണ്. ഇന്ന് പകൽക്കാലം ഈ ദേശത്തോട് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട്, ഇവിടെ ആയിരിക്കുന്ന ദേശത്തോട് പറയട്ടെ, ഹല്ലേലൂയ ഒരു നിത്യ സമാധാനത്തിന്റെ ഹല്ലേലൂയ അംശിയായി തീരുക, ഈ നിത്യ സമാധാനത്തിന്റെ അംഗമായി തീരുക ആമേൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ആമേൻ നിങ്ങളായിരിക്കുന്ന ഏത് വിഷയത്തിന്റെ നടുവിൽ നിങ്ങൾ ആമേൻ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നാൽ ഞങ്ങളുടെ ഇവിടെയുള്ള ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മറ്റൊരു ഹല്ലേലൂയ രോഗത്തിനൊരു മരുന്ന് കഴിക്കണം, ഹല്ലേലൂയ മറ്റൊരു വിഷയത്തിന് മറ്റൊരു പോവഴി കാണണം. എന്നാൽ ഹല്ലേലൂയ ഒന്നും നമ്മൾ ചെയ്യേണ്ട. നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട്, നിങ്ങളായിരിക്കുന്ന ഇടത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവായ യേശുവിനെ സമർപ്പിക്കുക. ഇങ്ങനെ പറയുക, കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഇവർ കേട്ട വചനം സത്യമാണെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. എൻ്റെ ഹല്ലേലൂയ വിടുതൽ എനിക്ക് വേണ്ടി അയക്കണമേ എന്ന് ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇവിടേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ 100% ഉറപ്പോടെ പറയട്ടെ, നിങ്ങളുടെ ഏത് വിഷയത്തിന് പരിഹാരം യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിലുണ്ട്. 100% പറയട്ടെ, നിങ്ങൾ ലഹരിക്ക് അടിമയാണോ, മദ്യപാനത്തിന് അടിമയാണോ, നിങ്ങൾക്ക് വിടുവിക്കണമെന്നും അതിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവസനയിൽ കടന്നു വരാം. ഹല്ലേലൂയ ഞങ്ങൾക്ക് 100% ഉറപ്പില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ തെരുവേർത്ത് പരസ്യമായി ഈ വചനം ഞങ്ങളോട് പ്രസ്താവിക്കുകയില്ലായിരുന്നു. ഞങ്ങളെ മാറ്റിമറിച്ച, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച, ഞങ്ങളുടെ ചരിത്രത്തെ മാറ്റിമറിച്ച ഈ ക്രിസ്തു എന്ന നാമം മാത്രമാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഉയർത്തുവാനുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഹല്ലേലൂയ ദേശത്തിന്റെ വിവിധയിടങ്ങളിൽ കർത്താവിന്റെ വചനം പരസ്യമായി പ്രസ്താവിക്കുക കർത്താവ് ഞങ്ങൾ കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാണെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി, ഉറച്ചങ്കറപ്പോടെ പറഞ്ഞ ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആ ഉറപ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആ വചനം പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. ഇന്ന് പകൽക്കാലം പാപത്തിന്റെ പരിഹാരമായി കർത്താവ് കാൽവറി ക്രൂശ് യാഗമായി തീരുവാനിടയായി തീർന്നു. അതൊരു വ്യക്തിക്ക് വേണ്ടിയല്ല, അതൊരു എനിക്ക് വേണ്ടിയല്ല, ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടിയല്ല, മാനവരാശിയുടെ സകല പാപത്തിന്റെ പരിഹാരമായി കർത്താവ് ക്രൂശിൽ യാഗമായി തീരുവാൻ
ചെയ്യുവാനിടയായി തീർന്നു. ആ ക്രൂശിൻ്റെ വചനത്തിലേക്ക്, ആ ക്രൂശിലേക്ക് നിങ്ങളെ ഹല്ലേലൂയ ഈ സമാധാന സന്ദേശത്തിലൂടെ നിങ്ങളെ ഹല്ലേലൂയ ഒരു ക്രിസ്തുവായി, ഒരു മാനസാന്തരപ്പെട്ട യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക ആഹ്വാനം ചെയ്തുകൊണ്ട് ആമേൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.